E6-ന്റെ വാട്സപ്പ് നമ്പർ ത്രൂ നമ്മൾ ഇനിഷ്യലി വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പിന്നീടാണെങ്കിലും നമുക്ക് ചേഞ്ചസ് വരുത്തേണ്ടതായിട്ട് വരാം. അതായത് ഒന്ന് ഡിസൈൻ മാറ്റാനോ ലോഗോ ചേഞ്ച് ചെയ്യാനോ നമ്പർ ആഡ് ചെയ്യാനോ അങ്ങനെ പല ചേഞ്ചസ് വരുത്തേണ്ടതായിട്ട് വരാം. E6-ന്റെ യൂണിഫൈഡ് എഡിറ്റിംഗ് മെത്തേഡിലൂടെ നമ്മുടെ എൻ്റെ വെബ്സൈറ്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാം. അതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഒരു സെക്ഷൻ എഡിറ്റ് ചെയ്യാൻ പഠിച്ചാൽ ആ സെയിം പാറ്റേണിൽ തന്നെ ബാക്കിയുള്ള എല്ലാ സെക്ഷൻസും പേജസും നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വെറും 5 മിനിറ്റിൽ E6-ൽ നമ്മുടെ എൻ്റെ വെബ്സൈറ്റ് എഡിറ്റ് ചെയ്യാൻ പഠിക്കാം. നമുക്ക് സിമ്പിളായിട്ട് E6 ഡാഷ്ബോർഡിലൂടെ ഒരു വെബ്സൈറ്റ് എങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. ഇത് ഓൾറെഡി ലൈവ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. ഇതിൽ മൾട്ടിപ്പിൾ സെക്ഷൻസ് ഉണ്ട്. അതായത് ബാനർ, എബൌട്ട് അസ്, സർവീസസ്, ഗാലറി, ടെസ്റ്റിമോണിയൽസ്. അങ്ങനെ നമുക്ക് എബൌട്ട് അസ് സെക്ഷൻ ആദ്യമായിട്ടൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. എബൌട്ട് അസ് സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. ഈ ടൈറ്റിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ആ സെക്ഷൻ്റെ മെയിൻ ടൈറ്റിലാണ്. ഈ താഴോട്ട് വരുന്ന ഡിസ്ക്രിപ്ഷൻ ആണ് അതിൻ്റെ മെയിൻ കണ്ടന്റ്. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ആ സെക്ഷനിൽ വരേണ്ട ഇമേജ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട്. അതിനുശേഷം ഈ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അപ്ഡേഷൻസും ലൈവ് സൈറ്റിൽ അപ്ഡേറ്റ് ആവും. ഡിസൈൻ എഡിറ്റ് ചെയ്യാനായി ഈ എഡിറ്റ് ലേഔട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലെ 3 ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും. ഈ ചൂസ് ലേഔട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ഡിസൈൻസ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ സെക്ഷന് വേണ്ട ഡിസൈൻ നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാം. കളർ ലേഔട്ടിൽ ഡിഫറെൻറ്റ് കളർ പാലറ്റുകൾ അവൈലബിൾ ആണ്. നമ്മുടെ സെക്ഷനുമായി മാച്ച് ആവുന്ന കളേഴ്സ് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഈ സെലക്ട് ഫോണ്ടിൽ നിന്ന് നമ്മുടെ പർട്ടിക്കുലർ സെക്ഷനിലേക്ക് വേണ്ട ഫോണ്ട് സെലക്ട് ചെയ്യാം. നമുക്കിനി സൈറ്റിൽ ഒരു എക്സ്ട്രാ സർവീസ് ആഡ് ചെയ്ത് നോക്കാം. അതിനായി ഈ സർവീസ് സെക്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഈ കാണുന്നതൊക്കെയാണ് സൈറ്റിൽ നിലവിലുള്ള സർവീസസ്. പുതിയ സർവീസ് ആഡ് ചെയ്യാനായി മുകളിലത്തെ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ ലൈനിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന സർവീസിൻ്റെ ഹെഡിങ് ആഡ് ചെയ്യാം. ഈ ഡിസ്ക്രിപ്ഷനിൽ ആ സർവീസിനെ കുറിച്ചുള്ള മോർ കണ്ടന്റ്സ് ആഡ് ചെയ്യാൻ പറ്റും. താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ആ സർവീസിനെ കുറിച്ചുള്ള ഒരു ഇമേജും അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് ഈ സേവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു പുതിയ സർവീസ് ലൈവ് സൈറ്റിൽ അപ്ഡേറ്റ് ആവും. മുകളിലുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്ത അപ്ഡേഷനോട് കൂടിയ ലൈവ് വെബ്സൈറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു സെയിം പാറ്റേണിലൂടെ ആർക്ക് വേണമെങ്കിലും വളരെ സിമ്പിളായി E6 ഡാഷ്ബോർഡിലൂടെ വെബ്സൈറ്റിൽ മാറ്റങ്ങൾ വരുത്താം. E6.ai, the world's easiest website builder.